ഇച്ചിരി ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ മനസ്സും വയറും നിറയ്ക്കാനായിട്ട് നല്ലൊരു 4 മണി പലഹാരം ഉണ്ടാക്കാമേ. വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ ഉള്ളൂ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യണേ. അപ്പോൾ താമസിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം. അപ്പോൾ ദേ ഞാനിവിടെ ക്ലീൻ ആയിട്ടുള്ളൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാറുണ്ട്. ഇത് നമ്മൾ പുട്ടിനൊക്കെ എടുക്കുന്ന ഒരു പൊടിയാണ്. അപ്പോൾ ചെറിയൊരു തരിയുണ്ട്. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന പോലെ നല്ല സ്മൂത്ത് ആയിട്ടുള്ളതല്ല. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് തേങ്ങയും കൂടി നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാമേ. ഒരുപാടൊന്നും വേണ്ട, ഇച്ചിരി മതി കേട്ടോ. ഉണക്കത്തേങ്ങ എടുക്കരുത്, ഇച്ചിരി നനവുള്ള തേങ്ങ തന്നെ എടുക്കണേ. അതും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പലഹാരത്തിന്. ഇനി നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മാവ് ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കൈകൊണ്ട് നമ്മൾ മിക്സ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഏതെങ്കിലും സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ എന്തെങ്കിലും കൊണ്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്കത് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്ക് കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്നൊരു പരുവാകുമ്പോഴത്തേക്കും കുറച്ച് ചൂടിരുന്നാലും കുഴപ്പമില്ല. ആ ഒരു പരുവാകുമ്പം നമ്മളിതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് എടുക്കണേ. അപ്പോഴത്തേക്കും ഞാനിത് ഇത്രയും ഉരുട്ടി കുഞ്ഞു കുഞ്ഞു ബോളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ സ്റ്റീമർ ഞാൻ നേരത്തെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് പുരട്ടി കൊടുക്കണം. എണ്ണ പുരട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു വാഴയില എങ്ങാനും വെച്ച് കൊടുത്താലും മതി. അതാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം ആ വാഴയിലയുടെ ഒരു മണവും കിട്ടും. മാത്രമല്ല നമ്മുടെ പാത്രം ഒന്നും അഴുക്കാകത്തുമില്ല. ഇനി നമുക്കിതെല്ലാം കൂടി അതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ആവി കയറ്റി എടുത്താൽ മതി. കാരണം നമ്മൾ തിളച്ച വെള്ളമൊക്കെ കുഴച്ചുകൊണ്ട് തന്നെ മാവ് കുറച്ച് സോഫ്റ്റായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ കത്തി കൊണ്ടൊന്ന് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടിങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ കഴിക്കാനും നല്ലതാണേ. അങ്ങനത്തെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് അതങ്ങ് മാറ്റി വെച്ചതിന് ശേഷം വേറൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാമേ. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അത് ഏകദേശം ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഓവർ മധുരം ഈ ഒരു കൊഴുക്കട്ടയ്ക്ക് ചേരത്തില്ല കേട്ടോ. ഒരു മീഡിയം, അതാണ് നല്ലത്. ഇനി നമുക്ക് ഈ തേങ്ങാപ്പാലും പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ കൊഴുക്കട്ട ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാമേ. പണ്ടത്തെ കാലത്തൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഗോതമ്പ് തീട്ടി, അതായത് കുതിർത്തിട്ട് അത് അരച്ച് അങ്ങനെയൊക്കെയാണ് കേട്ടോ കൊഴുക്കട്ട ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പം പിന്നെ എല്ലാം എളുപ്പപ്പണിയല്ലേ. അപ്പോൾ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒന്ന് കുറുകി വരണം. ആ തേങ്ങാപ്പാലൊക്കെ ആ കൊഴുക്കട്ടയിലൊന്ന് പിടിക്കത്തക്ക രീതിയിൽ. ശരിക്കും പറഞ്ഞാൽ ഒരു നേരത്തെ വിശപ്പടങ്ങാനൊക്കെ നല്ലതാണ് കേട്ടോ. നല്ല രുചിയാണിത് കഴിക്കാനും. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. നമ്മുടെ കൊഴുക്കട്ടയും സെറ്റായിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.